വിശ്വാസികളുടെയും വിശുദ്ധൻ്റെയും അഭയമായ അമ്മ മറിയത്തിൻ്റെ വാങ്ങിപ്പിനു ശേഷം വരുന്ന 4-ാം ഞായറാഴ്ചയും അമ്മ മറിയത്തിൻ്റെ ജനനം പെരുന്നാളിനോട് ചേർന്ന് വരുന്ന ഞായറാഴ്ചയുമായ ഈ ആഴ്ച പരിശുദ്ധ സഭ നമുക്ക് നൽകുന്ന ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സെർമൺ ഓഫ് മൗണ്ട്, കർത്താവിൻ്റെ മലയോര പ്രസംഗങ്ങളിൽ നിന്നാണ്. മലയോര പ്രസംഗങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടെ തന്നെ അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. കർത്താവിൻ്റെ പ്രസംഗങ്ങളെയെല്ലാം 5 വിഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുകയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ. അതിൽ ഒന്നാമത്തേതാണ് മലയോര പ്രസംഗങ്ങൾ. അതിൻ്റെ 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് സ്നേഹത്തിൽ ഊന്നിയുള്ള ധാർമ്മിക ജീവിതത്തെ പറ്റിയാണ്. ദ മോറൽ ലൈഫ്, ദ ബേസ് ഓഫ് ലവ്. ക്രിസ്തീയ ജീവിതത്തിന് സ്നേഹമെന്ന മൂല്യത്തിൽ അധിഷ്ഠിതമായ ചില മൂല്യങ്ങളെപ്പറ്റി ഇവിടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട 2 ചിന്തകളെ മാത്രം ഈ വേദഭാഗത്തിൽ നിന്ന് പങ്കുവെക്കുകയാണ്. ഒന്ന്, ദ ഡിസിപ്ലിൻ ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിനുണ്ടാവേണ്ട അച്ചടക്കത്തെപ്പറ്റി 38 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് തുടങ്ങുന്ന ഈ വേദഭാഗങ്ങൾ, നിന്റെ വലത്തെ ചെകിട്ട തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക, നിന്റെ വസ്ത്രം എടുക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന വിട്ടുകൊടുക്കലിൻ്റെ വേദശാസ്ത്രത്തെപ്പറ്റി പഠിപ്പിക്കുന്ന അച്ചടക്കത്തെപ്പറ്റി, അച്ചടക്ക ജീവിതത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി, പ്രതികാരങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ നേരെ വരുമ്പോഴും നാം ശീലിക്കേണ്ട അച്ചടക്കം എങ്ങനെയാണെന്ന് ഈ വേദഭാഗം പഠിപ്പിച്ചു തരുന്നു. കാലം ചെയ്ത മാത്യു സുതിയമ്പാവ പറയുന്നത് പോലെ, ഡിസിപ്ലിൻ ഇസ് ഹെവൻ, ഇൻഡിസിപ്ലിൻ ഇസ് ഹെൽ. അച്ചടക്കം എന്ന് പറയുന്നത് സ്വർഗീയ ജീവിതത്തിന് തുല്യമാണ്. എന്നാൽ അച്ചടക്ക രാഹിത്യം എന്ന് പറയുന്നത് നരക തുല്യമാണ്. അച്ചടക്കമുള്ളൊരു സമൂഹം, അച്ചടക്കമുള്ളൊരു കുടുംബം, അച്ചടക്കമുള്ള ഒരു രാഷ്ട്രം, അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിറ്റി, അതെല്ലാം സ്വർഗീയമായ ജീവിതത്തിന്, സുന്ദരമായൊരു ജീവിതത്തിന് നിദാനമാണ്. എന്നാൽ അച്ചടക്കമില്ലാത്തതോ, രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും കുടുംബത്തിലായാലും അച്ചടക്കമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് അത് നരകതുല്യം തന്നെയാണെന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്നറിയാം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ മാറ്റിവെച്ചാൽ പോലും സാധാരണ ജീവിതത്തിന് പോലും അച്ചടക്കമുള്ളൊരു ജീവിതം, ഡിസിപ്ലിൻ ലൈഫ്, അത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു ഉദാഹരണത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പുസ്തകങ്ങൾക്കെല്ലാം, നമ്മുടെ ആരാധന പുസ്തകങ്ങൾക്കെല്ലാം പറയുന്ന പേര് ക്രമം എന്നാണ്. നമസ്കാരക്രമം, കുർബാന ക്രമം എന്നൊക്കെയാണ്. എന്താണ് അതിനകത്ത്? ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ചാണ് അതിന് എല്ലാ ആരാധനാ കാര്യങ്ങൾക്കെല്ലാം അറിയാം. സന്ധ്യ മുതൽ 9 മണി വരെ ഒരു ക്രമം, അതിൻ്റെ നിഷ്ഠകൾ, അതിൻ്റെ കൂദാശകൾ, സഭയുടെ ആരാധന ശൈലികൾ, ഇതിനെല്ലാം പറയുന്നൊരു ക്രമമുണ്ടെന്നാണ്. ആ നമസ്കാരത്തിനും എല്ലാത്തിനും ആ ക്രമത്തിനനുസരിച്ച് പോവുക എന്നുള്ളത്, ഈ ക്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും കുരിശു വരയ്ക്കുമ്പോഴും കുമ്പിടുമ്പോഴും ക്രമമായ വിശുദ്ധ കുർബാന അനുഭവവും ക്രമമായിട്ടുള്ള കൗദാശിക ജീവിതം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് കൊണ്ടുതരുന്നത് ലീഡ്സ് എ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ ലൈഫ്. ഒരു ഡിസിപ്ലിൻ, അച്ചടക്കമാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ അച്ചടക്കത്തിൻ്റെ സൗരഭ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് 43 മുതൽ 48 വരെയുള്ള വേദഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നത് സ്നേഹത്തെ പറ്റിയാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. രണ്ടാമതായിട്ട് ഫോർഗീവ്നെസ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിന് വേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഫോർഗീവ്നെസ് ആണ്. ക്ഷമയെന്ന് പറഞ്ഞാൽ ക്ഷമയോടെ ജീവിക്കുക എന്നുള്ളതല്ല, ഉപദ്രവിക്കുന്നവരോട് ക്ഷമയോടെ പെരുമാറുക എന്നുള്ളത്. നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമുക്കെതിരായി പറയുന്നവർ, സത്യത്തെ വളച്ചൊടിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയാതെ അത് വിവാദമാക്കുന്നവർ,
നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയ വിവാദങ്ങളാക്കുന്ന ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കാരണം ഇന്ന് നമ്മുടെ മനുഷ്യരൊക്കെ പെട്ടെന്നാണ് വിവാദ പുരുഷന്മാരും ഒക്കെ ആയി മാറുന്നത്. അതെന്തുകൊണ്ടാണ്? ഓരോ ചെറിയ കാര്യങ്ങളോടും നമുക്ക് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു ഫോർഗീവ്നെസ് ലൈഫ് നമുക്കില്ല. ഒന്നിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പിതാവ് സൽഗുണം പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവീനെന്ന് ഈ വാക്യം അവസാനിക്കുന്നിടത്ത് പറയുന്നതിനാൽ എന്താണ് പിതാവിനുള്ള സൽഗുണപൂർണ്ണത? നാം എല്ലാവരോടും എപ്പോഴും ക്ഷമിക്കുവാനുള്ള ദൈവത്തിൻ്റെ കഴിവ്. ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നമുക്കെന്താണ് നമ്മുടെ ചുറ്റുപാടുകളോടും ക്ഷമിച്ചാൽ? അതുകൊണ്ട് കുംഭസാരത്തിൽ നമുക്ക് സഭ നൽകുന്ന ഏറ്റവും വലിയ ഔഷധമാണ് ഫോർഗീവ്നെസ്. ക്ഷമിക്കുക. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ കടങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷമയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ ഫോർഗീവ്നെസ് ഈസ് എ മെഡിസിൻ ടു ലീഡ്സ് എ ഹോളി ലൈഫ്. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് വലിയൊരു ഔഷധമാണ്. എന്താണ് ആ ഔഷധം? നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചക്രവർത്തി സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരിക്കൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. വിവരമറിഞ്ഞ ചക്രവർത്തി തൻ്റെ കൂടെയുള്ള പടനായകരോട് പറഞ്ഞു, നമുക്ക് പോയി നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കണം. സൈനികരെ എല്ലാം യുദ്ധം ചെയ്യാൻ പടിയിറങ്ങി. എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങി. എന്നാൽ കലാപബാധിത പ്രദേശത്തെത്തിയ ചക്രവർത്തി പ്രതിഷേധക്കാരോടൊന്ന് സംസാരിക്കാൻ പോയി. അവരോട് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായ ചക്രവർത്തിയെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തിരിച്ചു വന്നപ്പോൾ സേനാനായകന്മാരും പടനായകന്മാരും ചോദിച്ചു, എന്താണ് അവരോട് സംസാരിച്ചത്? ആ ശത്രുക്കളെ നമുക്ക് നശിപ്പിക്കണ്ടല്ലോ എന്ന് ചോദിച്ചു. തിരിച്ച് ചക്രവർത്തി പറയുകയാണ്, നമ്മുടെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. അവരെയെല്ലാം മിത്രങ്ങളാക്കി ഞാൻ നശിപ്പിച്ചു. അവരുടെ ശത്രുതയാണ് നശിപ്പിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ സഹോദരങ്ങളുടെ ഇല്ലെങ്കിൽ ആ ശത്രുക്കളെയല്ല. അതുകൊണ്ട് ശത്രുവല്ല, ശത്രുതയാണ് നശിക്കേണ്ടത്. യുദ്ധം കൊണ്ട് ശത്രു അവസാനിച്ചാലും ശത്രുത വീണ്ടും വീണ്ടും നിൽക്കും. നമ്മുടെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ശത്രുതയും എവിടെയെങ്കിലും പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് കൂടുതൽ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം അച്ചടക്കമുള്ള ഒരു ജീവിതത്തിലൂടെ, ക്ഷമയും സ്നേഹമുള്ള ഒരു ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.